ഹായ് ഹലോ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മുടെ വില തീരെ കുറയ്ക്കുന്ന രണ്ട് സ്വഭാവങ്ങൾ. ഈ രണ്ട് സ്വഭാവങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഒരുപാട് താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഇതിൽ ആദ്യത്തെ സ്വഭാവം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള സംസാരം. അതായത് ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാർ. നമ്മുടെ പരിചയത്തിലൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതായത് ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോഴോ ഇവർ വലിയ രീതിയിൽ ചരിത്രം എന്ന് പറയും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവർ സംസാരിക്കാൻ അവസരം കൊടുക്കത്തില്ല. മാത്രമല്ല അവരെന്തെങ്കിലും പറയുന്നതിൻ്റെ ഇടയിൽ കയറി പറയാനും ചിലപ്പോൾ ഇവർ ശ്രമിക്കാറുണ്ട്. ഇത്തരത്തിൽ അമിതമായി സംസാരിക്കുന്നതിലൂടെ മറ്റുള്ള ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ച് പറ്റാനായിരിക്കും ഇവർ ശ്രമിക്കാറ്. പക്ഷേ ഇതിലൂടെ സത്യത്തിൽ സംഭവിക്കുന്നത് അവരുടെ വില തന്നെ അവിടെ നഷ്ടപ്പെടുകയാണ്. ഈ സ്വഭാവമുള്ള ആൾക്കാർക്ക് തന്നെ ഒരുപക്ഷെ ഇത് മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഇവരൊരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഇവരുടെ സ്വഭാവം, ഈ അമിതമായി സംസാരിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ പലപ്പോഴും മാറ്റി നിർത്താറുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാരും ഇവരോട് സംസാരിക്കാറില്ല, ഇവരെ മൈൻഡ് ചെയ്യാറുമില്ല. നിങ്ങളെല്ലായ്പ്പോഴും ഒരാളോട് നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മാക്സിമം അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ അവർക്ക് പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ അമിതമായി സംസാരിക്കും തോറും നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വില കുറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും അഭിപ്രായം കയറി പറയുന്നത്. ഏതൊരു ബന്ധത്തിലും, റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലും ഒക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊരു പക്ഷേ അവരോട് എടുക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ കൂടി ഇതും നിങ്ങളുടെ വാല്യൂവും റെസ്പെക്റ്റും കളയുന്ന കാര്യമാണ്. അവർ ഒരുപക്ഷെ നിങ്ങളോട് അത് മുഖത്ത് നോക്കി പറയണമെന്നില്ല. പക്ഷേ പിന്നെ പല കാര്യങ്ങളിലും അവരൊരുപക്ഷെ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചെന്ന് വരില്ല. പതിയെ പതിയെ പിന്നീട് നിങ്ങളുടെ വാക്കിന് അവർക്കിടയിൽ ഒരു വിലയില്ലാതെ വരും. ഒരാൾ, അവരാര് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളോട് ഇങ്ങോട്ട് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കാൻ ശ്രമിക്കുക. നിങ്ങളോട് ഒരാൾ അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്കിടയിൽ നിങ്ങൾക്കൊരു വിലയുണ്ട് എന്ന് തന്നെയാണ്. സോ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർക്കിടയിൽ നല്ലൊരു വില ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.